മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് പ്രിയാമണി. തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും അഭിനയിച്ച പ്രിയാമണി മലയാളത്തിൽ ശ്രദ്ധേയമായ ഒരുപിടി കഥാപാത്രങ്ങളും ചെയ്തു. 2017 പ്രിയാമണി വിവാഹം കഴിക്കുന്നത്. ഇവന്റ് മാനേജരായ മുസ്തഫ രാജാണ് പ്രിയാമണിയുടെ ഭർത്താവ്. CCL മാച്ചിനിടെ ഉടലെടുത്ത പ്രണയം വിവാഹത്തിലെത്തുകയായിരുന്നു. ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും പ്രിയാമണി തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങൾ ഒരു ഇവന്റിൽ വെച്ചാണ് കണ്ടത്. ഇവൾ സെലിബ്രിറ്റി ആയിരുന്നു, ഞാൻ ഇവന്റ് ഓർഗനൈസ് ചെയ്ത ആളും. ഞങ്ങൾ പരസ്പരം നമ്പറുകൾ കൈമാറി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബ്ലാക്ക്ബെറി ഫോണായിരുന്നു. അവൾ എൻ്റെ ഫോൺ എടുത്ത് ബിബി പിൻ എടുത്തു. അതിനുശേഷം ചാറ്റ് തുടങ്ങി. പിന്നീട് ഞാൻ നമ്പർ നൽകിയതെന്ന് മുസ്തഫ വ്യക്തമാക്കി. മുസ്തഫയുമായി പരിചയപ്പെട്ടതിനെക്കുറിച്ച് പ്രിയാമണിയും സംസാരിച്ചു. ആ ഇവന്റിൽ ആഫ്റ്റർ പാർട്ടിക്ക് എനിക്ക് കുറച്ച് ഒറ്റപ്പെടൽ അനുഭവിച്ചു. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടു, ഒരു കമ്പനിയായി സംസാരിച്ചു. ഞാനാണ് ഫോണിൽ ആദ്യം ചാറ്റ് തുടങ്ങിയതെന്നും പ്രിയാമണി പറഞ്ഞു. പ്രിയാമണി തന്നോട് പ്രണയം തുറന്നു പറഞ്ഞതിനെപ്പറ്റി മുസ്തഫ അന്നോർത്തു. അവൾ കൊച്ചിയിൽ ഷൂട്ടിലായിരുന്നു, ഞാൻ ബാംഗ്ലൂരും. ഒരു ദിവസം ഇവൾ എനിക്ക് മെസ്സേജ് അയച്ചു, മുസ്തു ഐ ലവ് യു എന്ന്. ഞാൻ സാധാരണ പോലെ തിരിച്ചും ലവ് യു അയച്ചു. ആ ലവ് അല്ല, ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെപ്പറ്റി നമുക്ക് ആലോചിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇവൾ പ്രാങ്ക് ചെയ്യുകയാണെന്ന്. 2.5 മാസത്തോളം ഞാനത് സീരിയസ് ആയി എടുത്തില്ല. പിന്നീട് ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കണ്ടു. അവിടെ വെച്ച് നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ സീരിയസ് ആണെന്ന് പറഞ്ഞ് കരഞ്ഞു. ഞാൻ പേടിച്ചു. റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കരയുമ്പോൾ ആളുകൾ എന്ത് കരുതുമെന്ന് കരുതി. പിന്നീട് താൻ സമ്മതിക്കുകയായിരുന്നെന്നും പ്രിയാമണിയുടെ ഭർത്താവ് പറഞ്ഞു. അതേസമയം തനിക്ക് പ്രിയാമണിയോട് ആദ്യമേ നല്ല അടുപ്പമുണ്ടായിരുന്നു. അവളുടെ കാര്യത്തിൽ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരുന്നെന്നും ഇദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിയിൽ ബോഡി ഗാർഡ് പോലെ ആയിരുന്നു. ആരടുത്തു വന്നാലും എക്സ്ക്യൂസ് മീ നോ എന്ന് മുസ്തഫ പറയുമായിരുന്നെന്ന് പ്രിയാമണിയും കൂട്ടിച്ചേർത്തു. കല്യാണക്കാര്യം ആദ്യം പറഞ്ഞത് ഞാനാണ്. എനിക്കിവളെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. ഒരാൾ വളരെ വേണ്ടപ്പെട്ടയാളാണെങ്കിൽ അവരെ ജീവിതത്തിൽ നിലനിർത്തണം. ഇവളോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ തീരുമാനിച്ചു, മുസ്തഫ പറഞ്ഞു.